മാർച്ച് മാസം 8-ാം തീയതി മുതൽ 14-ാം തീയതി വരെ ഉള്ള 7 ദിവസത്തെ മേഷാദി എല്ലാ രാശിക്കാർക്കും ഉണ്ടാകുന്ന സാമാന്യ ഫല നിരൂപണം നടത്താൻ തുടങ്ങുകയാണ്. ആദ്യമായിട്ട് നമുക്ക് മേടം രാശിയുടെ ഫലങ്ങൾ നോക്കാം. ഏരീസ് എന്നാണ് അതിൽ ഇംഗ്ലീഷിൽ പറയുക. അശ്വതിയും ഭരണിയും കാർത്തിക കാലും ചേർന്നതാണ്. കാർത്തിക കാല് എന്ന് വെച്ചാൽ കാർത്തികയുടെ 4 പാദങ്ങളെടുത്താൽ അതിലെ 1-ാമത്തെ പാദം. ഈ നക്ഷത്രക്കാർക്ക് ജോലി അഥവാ കരിയർ സംബന്ധിച്ച് 11-ൽ ആണ് പ്രധാനപ്പെട്ട ഗ്രഹങ്ങളെല്ലാം തന്നെ. നെറ്റ്വർക്ക് വഴിക്കുള്ള അഥവാ കൂട്ടായ സംരംഭങ്ങൾ മുഖേനയുള്ള പല പ്രവർത്തനങ്ങളും വിജയിക്കുന്നതായിട്ട് കാണാം. ചില പഴയ പരിചയങ്ങൾ പുതുക്കുകയും അത് വീണ്ടും നമ്മുടെ ബിസിനസ്സിലേക്കോ ജോലിയിലേക്കോ ആ ടീം വർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുന്നത് കൊണ്ടുണ്ടാകുന്ന ഉയർച്ച ജോലിയിൽ പ്രൊഫഷണൽ ഒക്കെ കാണാൻ കഴിയുന്ന ഒരു കാലമാണ്. പുതിയ അവസരങ്ങൾ ഉണ്ടാകും. അതുപോലെ ടീം ലീഡർഷിപ്പിലേക്ക് എത്തപ്പെടും. ഇതിനൊക്കെ സാധ്യതയുള്ള ഒരു കാലമാണ് ജോലി സംബന്ധിച്ച് അഥവാ കരിയർ സംബന്ധിച്ച് പ്രൊഫഷൻ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. ധനപരമായിട്ട് ബോണസ്, കമ്മീഷൻ മുതലായിട്ടുള്ള വഴിയിൽ കൂടെയുള്ള ധനവരുമാനം, അതായത് പ്രധാന വരുമാനം കൂടാതെയുള്ള ചില വരുമാനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഓൺലൈൻ വഴി ഉള്ള ബിസിനസ്സിൽ കൂടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവർത്തനത്തിൽ കൂടെയുള്ള മറ്റു വരുമാനങ്ങളും ഒക്കെ ഉണ്ടാകും. എന്നാൽ ഇതിൽ ചില കുറച്ചൊരു ജാഗ്രത വേണം. ചില കഷ്ടനഷ്ടങ്ങൾ സംഭവിക്കാൻ, ഓൺലൈൻ വഴിയുള്ളതിൽ ചില നഷ്ടങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാഹചര്യവും സാധ്യതയും ഇവിടെ പറയാവുന്നതാണ്. ആരോഗ്യപരമായിട്ട് ഉറക്കക്കുറവുണ്ടാവും. അതുപോലെ ശിരസ്സ് സംബന്ധിച്ച് ഉള്ള ചില രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തലചുറ്റൽ മുതലായിട്ടുള്ള കാര്യങ്ങൾ, കൂടുതൽ സ്ട്രെസ് എടുക്കുന്നതുകൊണ്ടാകാം അതൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയുള്ള രോഗങ്ങൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബപരമായിട്ട് നോക്കുകയാണെങ്കിൽ കുടുംബത്തിലെ ഉള്ളവരേക്കാൾ കൂടുതലായിട്ട് സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടും ഒക്കെ കൂടുതൽ സമയം ചെലവഴിക്കും. അതിൻ്റെ പേരിൽ കുടുംബത്തിൽ ചില അസമാധാനങ്ങൾ അഥവാ ചില പരാതികളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആത്മീയമായിട്ടുള്ള ചിന്ത പ്രത്യേകിച്ച് അതുള്ളവർക്ക് അത് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ ക്ഷേത്ര ദർശനങ്ങളിലും മറ്റുമൊക്കെ കുറച്ചുകൂടെ കൂടുതൽ താല്പര്യം കാണിക്കും.